ഫയർ ഫിഷിംഗ് 1977 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ നമുക്ക് ഷൂട്ടിലോട്ട് പോകാം കേട്ടോ. ഫസ്റ്റ് ഒരു വരാൽ ഷൂട്ടാണ്. സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഒരു വരാലാണ് കേട്ടോ. ആ സൈസ് സാധനം വെള്ളത്തിനടി പമ്മി നിന്നാണ്. വരാല് അല്ല, നമുക്ക് കണ്ടാ മതി. നമുക്ക് ഇതിനെ കണ്ടാ മതി. വെള്ളത്തിന് വേടി ഓർണമെന്നൊന്നുമില്ല. അടിയിൽ നിൽക്കുന്ന കാണാം. ഒരു സൈഡ് പോലെ ഇച്ചിരി താത്തി അടിച്ചാൽ മതി. ഓ ഇല്ല, പണിയുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ അപ്പുറത്ത് വരുമായിരുന്നേ. ഇവിടെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഭയങ്കര അഴുക്കാണ് വെള്ളം. ഊണൊക്കെ കഴിഞ്ഞോ അതോ? ആണോ? അടുത്ത തിലോപ്പിയ ഷൂട്ടാണ്. പായലിനടി പമ്മി നിന്നവനാ. അവനെ നമ്മളിപ്പോൾ അടിക്കും. എണ്ണപ്പായൽ പോലത്തെ പായല. അടികൊള്ള സൂപ്പർ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടേ. ഇത് ഭയങ്കര വലിപ്പമൊന്നുമില്ല, ഒരു മീഡിയം സൈസ. വൈഡ് ആംഗിൾ ആയതുകൊണ്ടാണ് തീരെ ചെറുതായിട്ടൊക്കെ തോന്നുന്നേ. മീൻ അത്യാവശ്യം സൈസുള്ള മീനാണ്. ചപ്പനകത്ത് കയറി, പായലിനകത്ത് കയറി കുരുങ്ങിപ്പോയി. കയറിയ പോവല്ല. ഞാൻ ഓർത്ത് പറഞ്ഞു പോവായിരിക്കുമെന്ന് ഓർത്ത് അതിലും കയറി. അടുത്ത ഒരു ഷൂട്ടിലോട്ട് പോകാം കേട്ടോ. ബാങ്ക് വിളിക്കുന്നുണ്ട്. ഇതൊരു സിലോപ്പിയ ഷൂട്ടാണ്. ഇതൊക്കെ അത്യാവശ്യം ഇച്ചിരി ലോങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ. തീരെ അടുത്തൊന്നും അല്ല. നമുക്ക് അവനെ അങ്ങോട്ട് അടിച്ച് കയറ്റാം. ഓക്കെ, അവനെയും കിട്ടിയിട്ടുണ്ട്. രണ്ടു മൂന്നെണ്ണം പറഞ്ഞു പോയി കേട്ടോ അടിച്ചിട്ട്. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. അടിവശത്തോ തൊലിപ്പുറത്തോ അങ്ങോട്ടൊക്കെയാണ് കയറിയത്. വെള്ളം ഒരു മൂടലാ, നല്ല തെളിച്ചൊന്നുമല്ല. ഒരു സൈഡ് പോലെയൊക്കെയാണ് കാണത്തുള്ളൂ. അതും കുഴപ്പമില്ല. വന്നതിനകത്ത് ഫലമൊക്കെ ഉണ്ട്. അത്യാവശ്യം മീൻ കിട്ടി. ഇവിടെ ഒന്നും റെഡ് സിലോപ്പിയ ഇല്ല കേട്ടോ. ഇവിടെ എല്ലാം ഒരുമാതിരി മഞ്ഞ കളറാണ്. വെള്ളത്തിൻ്റെ ആണോ എന്നറിയത്തില്ല. പായലിൻ്റെ അടി വന്ന് പമ്മി നിൽക്കുവായിരുന്നു സിലോപ്പിയ. കൊച്ചു കള്ള കയറ്റി നമ്മളടിച്ചു. അവനെ അഴിച്ച് സഞ്ചിക്കകത്തിട്ട് നമുക്ക് അടുത്ത എല്ലാവരും കിട്ടുമെന്ന് നോക്കാം. അടുത്തൊരു പുല്ലൻ ഷൂട്ടാണ്. അങ്ങേ സൈഡിൽ, അങ്ങേ അറ്റത്ത് കണ്ടോ, ആ പായലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് അത്.
അവനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടി കൊണ്ട് ഹെവി സൈസ് പുല്ലനാണ് കേട്ടോ. പുല്ലൻ കയറുമ്പോൾ കണ്ടോണം എന്നാ വലിപ്പമാണെന്നല്ലോ. വെള്ളത്തിന് മേളിലൊന്നും കാണുന്നുമില്ല മീനെ. എല്ലാം അടിയാണ്. അവൻ അപ്പോൾ അടിച്ചിട്ട് ഇപ്പിടം പോലെ ഓടി വന്നിട്ട് അവൻ വെള്ളത്തിന് മേളിൽ പൊങ്ങിയില്ല. ഇതുണ്ടോ നടക്കുന്നത്? അടി കൂടെ തന്നെ പോവുക. ലാസ്റ്റാണ് വന്ന് വെള്ളത്തിന് ഇവിടെ വന്ന് പോകുന്നത്. ആ മീൻ അടി കൊണ്ട് വരുന്നത് ഒരു അനക്കം പോലും ഇല്ല വെള്ളത്തിന്. വെള്ളത്തിന് മേളിൽ പൊങ്ങിയാലല്ലേ അനക്കമുള്ളൂ. നേരത്തെ ഇഷ്ടം പോലെ പുല്ലനുണ്ടായിരുന്നു അവിടെ. ഇപ്പം വളരെ കുറവാണ്. വെള്ളം തീർത്തഴുക്ക ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ്. പുല്ലൻ ഇത് നമ്മുടെ ലാസ്റ്റ് ഷൂട്ടാണ് കേട്ടോ. അടിപൊളി ഒരു സിലോപ്പിയായത്. അവൻ അങ്ങേ അറ്റത്തു നിന്ന് ഞാൻ ആദ്യം അടിച്ചപ്പോഴത്തേക്ക് അവൻ അവിടുന്ന് ഓടി ഇങ്ങോട്ട് വന്ന ആ പായലിൻ്റെ സൈഡിൽ വന്ന് ഞങ്ങൾ സുഖമായിട്ട് അടിച്ച് കയറ്റാൻ പറ്റി. നല്ലൊരു സിലോപ്പേനെ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വരെ പായലുമായിട്ടാണ് വരുന്നെന്ന് എനിക്ക്. എല്ലാം ഒരു 10-300 ഗ്രാം 400 ഗ്രാമൊക്കെ സൈസാണ് കേട്ടോ. നമ്മുടെ പുതിയ ഡാർട്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. യെല്ലോ ഡാർട്ട്. അത് വേണ്ടിയവർക്ക് മുന്തിരിങ്ങയൊക്കെയാണോ വയറ്റിൽ ആമസോണിലുണ്ട് കേട്ടോ. ശരി കൂടുതല. ഓക്കെ, തിക്കായിട്ട് യെല്ലോ ഡാർട്ട് എന്ന് പറഞ്ഞ് അടിച്ച് നോക്കിയാൽ മതി. അപ്പോഴത്തേ നമുക്ക് കിട്ടിയ മീനാണ്. അപ്പോൾ അതേ മച്ചാന്മാരെ നമ്മളിന്ന് ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിന്ന് കിട്ടിയ മീനായിട്ടേ ഉണ്ടോ വരാതെ കിടക്കുന്ന കിടപ്പുണ്ട്. എന്നാ സൈസാന്ന് നോക്കി. എൻ്റെ കൈയുടെ മൊത്തം നീളം കാണും. ഇതൊരു 1 കിലോ അടുത്തൊക്കെ കാണുമായിരിക്കും. 1, 2, 3 സിലോപ്പി. 3 സിലോപ്പി ഒരു പുല്ലനും. വരാതി കിടക്കുന്ന പോലെ പുല്ലനും കിടക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇതിൻ്റെയൊക്കെ ഷൂട്ട് ഈ വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.